ഹലോ, ശുഭദിനം, നവരാത്രി ആശംസകൾ. ഇന്ന് ദേവിയുടെ ചൈതന്യത്താൽ എല്ലാവരും സന്തോഷമായി സമാധാനമായിട്ട് ഇരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കറകളഞ്ഞ ആത്മബന്ധങ്ങളാണ് ഒരു വെളിച്ചമായിട്ട്, ഒരു സന്തോഷമായിട്ട്, സമാധാനമായിട്ടൊക്കെ എപ്പോഴും ഭവിക്കാറ് അല്ലേ? ആത്മബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ളവരോടുള്ള സ്നേഹം, സുഹൃത്തുക്കളോടുള്ള സ്നേഹം, സമൂഹത്തിനോടുള്ള സ്നേഹം, രാജ്യത്തിനോടുള്ള സ്നേഹം, ലോകത്തിനോടുള്ള സ്നേഹം, അങ്ങനെ സമസ്തർക്കും ഐശ്വര്യം വരാനായിട്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനാ മന്ത്രത്തിൻ്റെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം. അപ്പോൾ അതിൽ ഒരുപാട് പേര് പറയും, സ്വന്തം ജീവിതത്തിനൊരു മൂല്യമിട്ടുകൊണ്ട്, അതിർവെറുമ്പുകൾ കാത്തുകൊണ്ട് അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന്. പക്ഷേ സ്നേഹത്തിലും ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിലും ഒരിക്കലും അതിർവരമ്പുകളുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യസന്ധമായ ആത്മാർപ്പണത്തോടുകൂടെയുള്ള സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളും എന്നും ഒരു തെളിനീരരുവി പോലെ സ്വച്ഛന്തമായിട്ട് അങ്ങനെ ഒഴുകിക്കോളും. അവിടെ പരിഭവങ്ങളില്ല, പരാതികളില്ല, പ്രശ്നങ്ങളില്ല, നിറഞ്ഞ സ്നേഹം മാത്രം. അപ്പോൾ അതിന് ഏറ്റവും അധികം അഹം എന്ന നമുക്ക് ഏറ്റവും ആവശ്യമില്ലാത്ത ഒരു വികാരത്തെ മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം സ്വസ്ഥമായിട്ട് സംഭവിച്ചോളൂ. നമ്മളിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കാണെങ്കിലും ബന്ധുക്കൾക്കാണെങ്കിലും എല്ലാം എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്താൽ തിരിച്ച് അതേ അളവിൽ ചെയ്യാം എന്നോർക്കുകയാണെങ്കിൽ ഇതൊന്നും സാധ്യമായെന്ന് വരില്ല. നിസ്വാർത്ഥ മനോഭാവത്തോടുകൂടെ ഒരു സമൂഹ ജീവിയായി ഇരിക്കുമ്പോഴാണ് ലോകത്തിൻ്റെ പരമാർത്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഈശ്വരനോടടക്കം ചേർന്ന് നിൽക്കാനും സാധിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ സന്തോഷമായിട്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള വിശാലമായ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ പറയുമ്പോൾ അവരങ്ങനെയല്ലേ ഇവരങ്ങനെയല്ലേ എന്ന് ഓർത്ത് നമ്മൾക്കുള്ള ഏറ്റവും കേമമായ അത്തരത്തിലുള്ളൊരു ഗുണത്തെ തൃണവൽഗണിക്കരുത് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഒരിക്കലും നിസ്വാർത്ഥമായ സഹകരണവും സ്നേഹവും ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക്, ഒരു രാജ്യത്തിലേക്ക് അർപ്പിച്ചതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. ത്വരിതഗതിയിലുള്ള പുരോഗതി സർവാത്മന സംഭവിക്കുന്നത് അത്തരത്തിലുള്ള ചടുലമായ നമ്മുടെ നീക്കങ്ങളിലൂടെയാണ്. സ്നേഹത്തിലൂന്നിയ ഓരോ ചുവടുവെപ്പും വലിയ വലിയ അർത്ഥതലങ്ങളിലുള്ള ബന്ധങ്ങളും സമൂഹവും സ്വസ്തിയും സൃഷ്ടിക്കുന്നു. ചുരുക്കിൽ പറഞ്ഞാൽ ഈ കടം കൊടുത്ത് തിരിച്ചു വാങ്ങുന്നത് പോലെ ആവരുത് ഒന്നും. അർപ്പിക്കുക, ഫലം ഇച്ഛിക്കാതെ, പ്രതീക്ഷിക്കാതെ, സാധ്യമാകുന്നിടത്തോളം നന്മയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക. ബാക്കിയെല്ലാം യഥാസ്ഥിതിയിൽ യഥാസ്ഥാനത്ത് വന്നു ചേർന്നുകൊള്ളും. ഭാരതം എന്ന മഹാരാജ്യത്തിൽ ജനിക്കാനും ജീവിക്കാനും കഴിഞ്ഞതിൻ്റെ ആത്മനിർവൃതിയോടുകൂടെ 33 കോടി ദൈവങ്ങളെയും ഇപ്പോൾ നമ്മൾ നവഭാവങ്ങളിൽ കാണുന്ന ദേവിയെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും നന്മ നിറഞ്ഞ വിജയദശമി ആശംസകളോടുകൂടെ മഹാനവമിയായെന്നും വിജയദശമിയും മറ്റുള്ള ദിനങ്ങളും ദേവി പ്രസാദത്താൽ ചൈതന്യവത്തായി സുഖസുന്ദരമായിരിക്കട്ടെ എന്ന ആശംസകളോടുകൂടെ നിർത്തുന്നു. ഒരിക്കൽ കൂടി ശുഭദിനം പ്രിയരെ. നമസ്കാരം.